നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇസ്രായേൽ US നീക്കത്തിനെതിരായി ഇറാൻ മിസൈൽ ആക്രമണത്തിന് പദ്ധതിയിട്ടിരുന്നു എന്ന സൂചന കിട്ടിയിരുന്നു. അതിനു പിന്നാലെയാണ് ഖമനയുടെ ഓഫീസിന് നേരെ ആക്രമണം നടത്താൻ ഡൊണാൾഡ് ട്രംപ് ഉത്തരവ് പ്രഖ്യാപിച്ചത് എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. പെട്ടെന്ന് എന്തുകൊണ്ട് ഖമനയെ വധിച്ചു എന്നത് ഒരു ചോദ്യമാണ്. ആ ചോദ്യത്തിന് പിന്നിലുള്ള ഉത്തരമായിട്ടാണിത് വരുന്നത്. ഈ നീക്കത്തിന്റെ ഭാഗമായി ആയത്തുള്ള അലി ഖമനയെ ഉന്നത ഉപദേഷ്ടാക്കളുമായി കൂടിക്കാഴ്ചയ്ക്ക് പദ്ധതിയിട്ടു. അപ്പോൾ പെട്ടെന്നൊരു ആക്രമണത്തിലേക്ക് നയിക്കപ്പെട്ടത് അതുകൊണ്ടാണ് എന്നതടക്കമുള്ള വിശദാംശങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കഴിഞ്ഞ ദിവസം വൈകുന്നേരം ടെഹ്റാനിൽ കൂടിക്കാഴ്ച നടത്താനായിരുന്നു ഖമനയുടെ തീരുമാനം. ഇതോടെ ശനിയാഴ്ച തന്നെ ഇറാനെതിരായ ആക്രമണത്തിന് ട്രംപ് അനുവാദം നൽകുകയും ചെയ്തു. തങ്ങൾ ആദ്യം ആക്രമിക്കപ്പെടുന്നതുവരെ കാത്തിരുന്നാൽ സാധാരണയായി സംഭവിക്കുന്നതിനേക്കാൾ കൂടുതൽ നാശനഷ്ടങ്ങൾ സംഭവിക്കുമെന്നും പ്രതിരോധ നടപടികൾ കൂടുതൽ നാശനഷ്ടങ്ങൾക്ക് വഴിയൊരുക്കുമെന്നും വിലയിരുത്തിയെന്ന് US സൈനിക ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ്. ഞങ്ങൾ ആദ്യം ആക്രമിക്കപ്പെടാൻ അനുവദിക്കില്ല, കാരണം അത് ഞങ്ങളുടെ സൈനികർക്കും സഖ്യകക്ഷികൾക്ക് ഒരു അപകടത്തിലേക്ക് നയിക്കപ്പെടാൻ സാധ്യതയുണ്ട് എന്നതടക്കമുള്ള വിശദീകരണമാണ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുള്ളത്. ഇറാനിയൻ സ്റ്റേറ്റ് ടെലിവിഷൻ ഞായറാഴ്ച പുലർച്ചെ തന്നെ ഖമനയുടെ മരണവാർത്ത സ്ഥിരീകരിച്ചു. കറുത്ത ബാനറിനൊപ്പം പഴയ ചിത്രങ്ങളാണ് സംപ്രേഷണം ചെയ്തത്. ഖമനയുടെ അന്ത്യം ഒരു പരാജയമായിട്ടല്ല, മറിച്ച് രാജ്യത്തിന്റെ പരമാധികാരത്തിനായുള്ള അന്തിമ ത്യാഗമായിട്ടാണ് കരുതുന്നത്. ഇറാനിയൻ ഔദ്യോഗിക മാധ്യമങ്ങൾ ഖമനയുടെ മരണവാർത്ത സ്ഥിരീകരിച്ചതിനു പിന്നാലെ പരമോന്നത നേതാവിന്റെ വധത്തിന് പ്രതികാരം ചെയ്യാൻ US-നും ഇസ്രായേലിനുമെതിരെ ഏറ്റവും വിനാശകരമായ ഓപ്പറേഷൻ നടത്തുമെന്നാണ് ഇറാൻ പ്രഖ്യാപിച്ചത്. എന്തുകൊണ്ട് ഇറാനെ പെട്ടെന്ന് ആക്രമിച്ചു? അതിനുള്ള പ്രധാന കാരണമായി കണക്കാക്കുന്നത് ഇസ്രായേലും US-ഉം ഇറാനെ ആക്രമിക്കാനുള്ള പ്രധാന കാരണം ഒരു ആണവ ശക്തി ആകാനുള്ള ഇറാന്റെ ആഗ്രഹമാണ്. ഇറാൻ ഒരു ആണവ ശക്തിയാകാൻ നിരന്തരം പരിശ്രമിക്കുന്നുണ്ട്. മാത്രമല്ല, ഒരു സാഹചര്യത്തിലും ഇറാനെ ആണവ ബോംബ് വികസിപ്പിക്കാൻ അനുവദിക്കില്ലെന്നാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രസ്താവിച്ചിട്ടുള്ളത്. ഇറാൻ ഇതിനകം തന്നെ ഒരു ആണവ ബോംബ് വികസിപ്പിക്കാൻ ചില തീരുമാനങ്ങൾ അല്ലെങ്കിൽ ചില നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ഇറാൻ രഹസ്യമായി ഒരു ആണവ ബോംബ് വികസിപ്പിച്ചേക്കാമെന്ന് അമേരിക്കയും ഇസ്രായേലും അത്തരത്തിലൊരു ഭയം അവരെ അലട്ടിയിരുന്നു. ഇറാൻ വലിയ അളവിൽ യുറേനിയം ശേഖരിച്ചിരുന്നു. ആണവ ബോംബുകൾ നിർമ്മിക്കാനായിരുന്നു യുറേനിയം ഉപയോഗിച്ചത്. ഇക്കാരണത്താൽ 2025 ജൂണിൽ ഇറാൻ ആക്രമിക്കപ്പെട്ടു. എന്നാൽ ഇറാൻ പ്രവർത്തനങ്ങളൊന്നും നിർത്തിയില്ല. ഇറാൻ ഒരു ആണവ ശക്തിയാകുന്നത് പരിഗണിക്കാൻ പോലും കഴിയാത്ത രീതിയിൽ ഇറാന്റെ ആണവ പദ്ധതിയെ ആക്രമിച്ചുകൊണ്ട് US-ഉം ഇസ്രായേലും അതിനെ പൂർണ്ണമായും നിർത്താൻ അല്ലെങ്കിൽ ആ ഒരു ആണവ പദ്ധതിയെ പൂർണ്ണമായിട്ടും നശിപ്പിക്കാൻ ആഗ്രഹിച്ചിരുന്നു. അതുകൊണ്ടാണ് ഇസ്രായേലും US-ഉം ഇറാനെതിരെ മാരകമായ ആക്രമണം നടത്തിയത്. ഇറാൻ ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും ശത്രുക്കളെ പിന്തുണയ്ക്കുന്നു എന്നതടക്കമുള്ള ഒരു ആരോപണം കൂടി ഒരു വശത്തുണ്ട്. അതായത് ഇറാൻ ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും ശത്രുക്കളെ പിന്തുണയ്ക്കുന്നത് മറ്റൊരു പ്രധാന കാരണം, ഇവരെ ആക്രമിക്കാനുള്ള ഒരു പ്രധാന കാരണങ്ങളിൽ ഒന്നായി മാറിയിട്ടുണ്ട്. ഇറാൻ, ഹിസ്ബുള്ള അതായത് ലെബനൻ, ഹമാസ്, ഗാസ, ഹൂതികൾ, യമൻ, ഇറാഖിലെയും സിറിയയിലെയും ഷിയ മിലീഷ്യകൾ എന്നിവയാണ് പിന്തുണച്ചുകൊണ്ടിരുന്നത്. ഇത് അമേരിക്കയും ഇസ്രായേലിനെയും വളരെയധികം ചൊടിപ്പിക്കുന്ന തന്നെയാണ്. നമുക്കറിയാം, ഈ ഹമാസ് ഇസ്രായേൽ യുദ്ധം നടന്നുകൊണ്ടിരുന്ന സമയത്ത് ഇറാൻ പൂർണ്ണമായും പിന്തുണച്ചത് അല്ലെങ്കിൽ ഒരു വലിയ രീതിയിലുള്ള പിന്തുണ നൽകിയത് ഹമാസിനായിരുന്നു. അതിന്മേൽ ഇസ്രായേൽ വലിയ രീതിയിലുള്ള അതൃപ്തികളൊക്കെ തുടരെ പ്രകടിപ്പിച്ചതാണ്. ആ കാര്യമൊക്കെ ലോകത്തിന് അറിവുള്ള കാര്യമാണ്. മാത്രമല്ല, 2023, 2024 ഗാസ യുദ്ധത്തിൽ ഈ ഗ്രൂപ്പുകൾ അമേരിക്കയ്ക്കും ഇസ്രായേലിന് നേരെ വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ നടത്തി. അമേരിക്കയ്ക്കും ഇസ്രായേലിനും ഉള്ളിൽ ഇറാനോടുള്ള വിദ്വേഷം വളർത്തുന്നതിനുള്ള അല്ലെങ്കിൽ ഇറാനോടുള്ള ദേഷ്യം, ഇറാനോടുള്ള പ്രതികാര ദാഹം വർദ്ധിപ്പിക്കാനുള്ള ഒരു കാരണമായിട്ട് ഇത് മാറി എന്ന കാര്യത്തിലും സംശയമില്ല. എന്തായാലും വലിയ രീതിയിലുള്ള യുദ്ധമാണ് ഇപ്പോൾ പശ്ചിമേഷ്യയെ അലട്ടുന്നത്. അതിനിടയിൽ ഒമാനെ ഇതുവരെ ഇറാൻ തൊട്ടിട്ടില്ലായിരുന്നു. ഗൾഫിനെ ആശങ്കകളുടെ മുൾമുനയിലാഴ്ത്തി ഒമാനെയും ഇറാൻ ആക്രമിച്ചിരിക്കുകയാണ്. മധ്യസ്ഥ രാജ്യമായ ഒമാനിൽ ആക്രമണം ഉണ്ടായെന്നത് ഏറ്റവും നടക്കുന്ന വിവരമായി പുറത്തു വരുന്നു. ദുഗും തുറമുഖത്ത് 2 ഡ്രോണുകളാണ് പതിച്ചത്. ജോലിക്കാരുടെ താമസ സ്ഥലത്ത് ഈ ഒരു മിസൈലുകൾ വീണ് ഒരു പ്രവാസിക്ക് പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായി. മൊബൈൽ താമസ കേന്ദ്രങ്ങളിലും ഒരു ഇന്ധന ടാങ്കിന് സമീപവുമാണ് ഡ്രോണുകൾ വന്ന് പതിച്ചത്. ഒമാനിലെ ഗസബ് തുറമുഖത്തിന് സമീപം ഓയിൽ ടാങ്കർ കപ്പലിന് നേരെയും ആക്രമണമുണ്ടായി. മാത്രമല്ല, ജീവനക്കാരെ രക്ഷപ്പെടുത്തുന്ന സാഹചര്യമുണ്ടായി. 15 ഇന്ത്യക്കാർ, 5 ഇറാൻ പൗരന്മാർ എന്നിവരായിരുന്നു കപ്പലിലുണ്ടായിരുന്നത്. ഈ 4 ജീവനക്കാർക്ക് പരിക്കേൽക്കുന്ന സാഹചര്യമുണ്ടായി. ഒമാൻ സമുദ്ര സുരക്ഷാ കേന്ദ്രമാണ് ഈ വിഷയത്തിൽ വലിയ രീതിയിലുള്ള ഇടപെടൽ നടത്തിയത്. ദുബായിൽ 2 സ്വദേശി പൗരന്മാരുടെ വീടുകളുടെ വരാന്തകളിൽ ഡ്രോണുകളുടെ അവശിഷ്ടങ്ങൾ പതിച്ച്
രണ്ടുപേർക്ക് പരിക്കേൽക്കുന്ന സാഹചര്യമുണ്ടായി. ദോഹയിലെ ഇൻഡസ്ട്രി ഏരിയയിലും തീപിടുത്തമുണ്ടായി. ബഹ്റൈനിൽ ഹോട്ടലിന് നേരെ ആക്രമണമുണ്ടായി. ബഹ്റൈനിലെ ക്രൗൺ പ്ലാസ ഹോട്ടലിന് നേരെ ആക്രമണമുണ്ടായി. അങ്ങനെ ആക്രമണങ്ങൾ ഒരു തുടർക്കഥയായിക്കൊണ്ടിരിക്കുന്നു. ആക്രമണങ്ങൾ തുടരെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. 4 അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളാണ് ഇറാൻ ഇതുവരെ ആക്രമിച്ചത്. ജബൽ അലി ഉൾപ്പെടെയുള്ള തുറമുഖങ്ങളിലും ആക്രമണം നടത്തി. ഗൾഫ് രാജ്യങ്ങളെ ലക്ഷ്യമിട്ട് ഇറാൻ കൂടുതൽ ആക്രമണങ്ങൾ നടത്തുകയാണെന്ന റിപ്പോർട്ടുകളും പുറത്തുവരികയാണ്. അതേസമയം ഖത്തർ എയർവേസ് സർവീസുകൾ നിർത്തിവെച്ച നടപടി തുടരുമെന്നും നിരവധി മലയാളികളാണ് വിവിധ ഗൾഫ് രാജ്യങ്ങളിൽ കുടുങ്ങിയിരിക്കുന്നത്. ഗൾഫ് മാത്രമല്ല, നിർണായകമായ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. ഗൾഫ് മേഖലയിലെ CBSE പരീക്ഷകൾ മാറ്റിയിട്ടുണ്ട്. 10 മുതൽ 12 ക്ലാസ്സുകളിൽ നടത്താനുള്ള പരീക്ഷകളാണ് മാറ്റിവെച്ചത്. പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കും. സാഹചര്യം വിലയിരുത്തി തുടർ തീരുമാനമെടുക്കുമെന്നാണ് CBSE വ്യക്തമാക്കുന്നത്. മാത്രമല്ല, ബഹ്റൈൻ, ഇറാൻ, കുവൈറ്റ്, ഒമാൻ, ഖത്തർ, സൗദി അറേബ്യ, UAE എന്നിവിടങ്ങളിൽ മാർച്ച് 2-ന് തുടങ്ങാനിരുന്ന പരീക്ഷകൾ മാറ്റിവെച്ചു. മാർച്ച് 3-ന് പ്രത്യേക യോഗം ചേർന്ന് തുടർ സാഹചര്യങ്ങൾ വിലയിരുത്തിയതിന് ശേഷമായിരിക്കും പുതിയ തീയതി തീരുമാനിക്കുക എന്ന് CBSE വൃത്തങ്ങൾ വ്യക്തമാക്കി. മാത്രമല്ല, മറ്റൊരു വാർത്ത കൂടിയുണ്ട്. ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയി കൊല്ലപ്പെട്ടതിന് പിന്നാലെ പാകിസ്ഥാനിൽ കനത്ത പ്രതിഷേധം. കറാച്ചിയിലെ US എംബസി പ്രതിഷേധക്കാർ അടിച്ചു തകർത്തു, തീയിട്ടു. സുരക്ഷാ സേനയുമായി ഉണ്ടായ സംഘർഷത്തിൽ 6 പേർ കൊല്ലപ്പെട്ടു. പ്രതിഷേധക്കാരെ പിരിച്ചുവിടാൻ സുരക്ഷാ ഉദ്യോഗസ്ഥർ കണ്ണീർ വാതകവും ലാത്തി ചാർജും ഉപയോഗിച്ചു. ഇതിനിടയിൽ നടന്ന വെടിവയ്പിൽ 6 പേർ കൊല്ലപ്പെട്ടു. 30-ലേറെ പേർക്ക് പരിക്കേറ്റു. 6 മൃതദേഹങ്ങൾ കറാച്ചിയിലെ സിവിൽ ഹോസ്പിറ്റലിൽ എത്തിച്ചു. എന്തായാലും ഇത്തരത്തിൽ ആക്രമണമൊക്കെ ശക്തിയായിക്കൊണ്ടിരിക്കുന്നു. മരണസംഖ്യ ഇനിയും കൂടിയേക്കാമെന്നാണ് അധികൃതർ പറയുന്നത്. കോൺസുലേറ്റിന് പുറത്ത് പ്രതിഷേധക്കാർ തടിച്ചുകൂടി. പിന്നീട് സുരക്ഷാ വേലികൾ ഭേദിച്ച് വളപ്പിനുള്ളിലേക്ക് കടന്നു. വടിയും കല്ലും ഉപയോഗിച്ച് കോൺസുലേറ്റ് തകർക്കുന്ന സാഹചര്യമുണ്ടായി. ഇതിന്റെ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിട്ടുണ്ട്. മാത്രമല്ല, വെടിവയ്പുണ്ടായ സാഹചര്യത്തെക്കുറിച്ച് അധികൃതർ ഔദ്യോഗികമായ പ്രസ്താവനകളൊന്നും നടത്തിയിട്ടില്ല. കറാച്ചി അഡീഷണൽ ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പോലീസിനോട് സിന്ധ് ആഭ്യന്തര മന്ത്രി സിയാൽ ഹസൻ ലഞ്ചാർ വിവരങ്ങൾ തേടിയിരിക്കുകയാണ്. സെൻസിറ്റീവായ സ്ഥാപനങ്ങളുടെ സുരക്ഷ കൂടുതൽ ഫലപ്രദമാക്കാനും അല്ലെങ്കിൽ കൂടുതൽ അവിടുത്തെ സുരക്ഷ വർദ്ധിപ്പിക്കാനും തീരുമാനമായിട്ടുണ്ട്. അമേരിക്കയും ഇസ്രായേലും സംയുക്തമായി നടത്തിയ വ്യോമാക്രമണത്തിലാണ് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയി കൊല്ലപ്പെടുന്നത്. എന്തായാലും മുൻകൂട്ടിയുള്ള അറിയിപ്പുകളുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ എടുത്ത അതിസൂക്ഷ്മമായ കരുതൽ നടപടികളൊക്കെ സ്വീകരിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ഇസ്രായേൽ ഇറാൻ പരമാധികാരി നേതാവ് ആയത്തുള്ള ഖമനേയിയെ വധിച്ചതെന്നതടക്കമുള്ള ചോദ്യങ്ങൾ ശക്തമാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.